അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം നടിയും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള സാന്ദ്ര തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വിവാദങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധമല്ല നിലനിൽക്കുന്നത്. ഇപ്പോൾ സുരേഷ് കുമാറും സാന്ദ്ര തോമസും കൂടെ അവരുടെ ഒരു പൊതുവേദി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തർക്കങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം, പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സാന്ദ്ര തോമസ് മൂലം ഇപ്പം ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറത്ത് വിശ്രമത്തിലിരിക്കുന്ന മമ്മൂക്കയെ വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കാനുണ്ടായ ചില സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം വിശ്രമത്തിലാണ്. നമുക്കറിയാം 1-2 മാസത്തിലേറെയായിട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ആ കാര്യത്തിന് അത് വിഷമമുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇല്ലാതെ ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് മമ്മൂക്ക. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാൽ അദ്ദേഹം വിശ്രമിക്കുന്ന ഈ സമയത്ത് ഈ സാന്ദ്ര തോമസ് കൊടുത്തിരിക്കുന്ന ഈ ഇൻ്റർവ്യൂ ഇപ്പോഴത്തെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു തുടർന്ന് വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂ ആവാനാണ് സാധ്യത. എന്തായാലും ശരി, ചിലപ്പം മറ്റുള്ളവരുടെ ചില സമ്മർദ്ദങ്ങളുടെ പുറത്ത് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പുള്ളതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാര്യം കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇത്തരത്തിൽ ചില വാക്കുകൾ ഈ സാന്ദ്ര തോമസോ മറ്റാരോ ഉപയോഗിക്കുന്ന ഞാൻ കേട്ടു. എനിക്കറിയില്ല അത് പുതിയ വീഡിയോ ആണോ എന്ന്. ഏതായാലും ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് പുതിയതായാലും പഴയതായാലും പുതിയൊരു വിവാദത്തിന് കുറേ ആൾക്കാർ, അതായത് മമ്മൂക്കയുടെ എതിർചേരിയിലുള്ള നടന്മാരുടെ ചില ആരാധകരായിട്ടുള്ള ആൾക്കാർ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ട്രോളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അന്നായാലും ഇന്നായാലും, അതായത് ഇപ്പോൾ വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ചാൽ പോലും ഇപ്പോൾ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മാതാക്കളുമായിട്ടുള്ള ഒരു തുറന്ന പോരിൽ അല്ലെങ്കിൽ അവർ നിയമയുദ്ധത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിവാദം ഉണ്ടാക്കി വെക്കുന്നിടം വരെ എന്നെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സാന്ദ്ര തോമസിനോട് ഒപ്പമായിരുന്നു. കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനകത്തുള്ള സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെയും പല തീരുമാനങ്ങളും നയങ്ങളും എല്ലാം തിരുത്തപ്പെടേണ്ടതാണെന്ന് ഒരുപാട് ആൾക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ചില പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സുരേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് മുൻകാലങ്ങളിൽ. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാന്ദ്ര തോമസ് മമ്മൂക്കയുടെ പേര് വിവാദത്തിലേക്ക് വലിച്ചഴച്ചത് ഇപ്പോഴാണെങ്കിൽ അത് അല്ല, കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിച്ചതാണെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പം അത് ഇപ്പോഴത്തെ അല്ല എന്ന് പറയാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധൈര്യം അവർ കാണിക്കണം. പക്ഷെ അതവർ ചെയ്യാത്ത പക്ഷം എനിക്ക് തോന്നുന്നു ചിലപ്പം വീഡിയോ ഇപ്പോഴത്തെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെയും അവരൊരു കാര്യം ആലോചിക്കണം. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളുമായിട്ടുള്ള ഒരു തുറന്ന പോരിലാണെങ്കിൽ അവർ നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ അതിന് പോകണം. പിന്നെ ചില സമ്മർദ്ദങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സാന്ദ്ര തോമസിന് തന്നെ ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതി ഒരു പക്ഷേ ചിലപ്പം മമ്മൂക്ക അവരെ വിളിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ മുമ്പേ ആവർത്തിച്ച് ഒന്നുകൂടെ ഞാൻ പറയുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് സാന്ദ്ര തോമസ് ഈ പറഞ്ഞത് ഇപ്പോഴുള്ള കാര്യമാവാൻ സാധ്യതയില്ല. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ചില മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞൊരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം വീണ്ടും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് അപ്പം ഈ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് മമ്മൂക്ക വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സാന്ദ്ര തോമസിന് അത് വ്യക്തിപരമായിട്ടുള്ളൊരു കോളാണ്. അത്തരത്തിലുള്ളൊരു കോളിനകത്ത് മമ്മൂക്ക അവരോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾ നിയമപരമായിട്ട്, അതിപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ നമുക്കിത് പറഞ്ഞു തീർക്കാം, അല്ലാതെ ഇത് ഒരു തീരുമാനത്തിലെത്തിക്കാമെന്നൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടെല്ലാം പറയും. കാര്യം കോടതിപരമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും സമയനഷ്ടവും ഒക്കെ ചിലപ്പം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കാം മമ്മൂക്ക വിളിച്ചത്. ഏതായാലും മമ്മൂക്ക വിളിച്ചു, അല്ലെങ്കിൽ മമ്മൂക്ക വിളിച്ചിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ മമ്മൂക്ക വിളിച്ചിരുന്ന ഇത്തരത്തിലുള്ളൊരു ഒത്തുതീർപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പം ഞാനത് മമ്മൂക്കയുടെ അടുത്ത് പറ്റില്ല, ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് എന്ന് മമ്മൂക്കയോട് പറഞ്ഞപ്പം ശരി എങ്കിൽ പിന്നെ സാന്ദ്രയുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചോളൂ എന്ന് മമ്മൂക്ക പറഞ്ഞെന്ന് പറയാനുള്ള എല്ലാവിധ അവകാശവും സാന്ദ്ര തോമസിനുണ്ട്. പക്ഷേ അവർ അതിനെ കൂടുതൽ ആളിക്കത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വിവാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണെങ്കിൽ, എനിക്കിപ്പോഴും ഞാൻ അവർ ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ വിവാദമാക്കുമ്പം നിശബ്ദമായിട്ട് സാന്ദ്ര തോമസ് ഇരിക്കുന്നിടത്തോളം കാലം സാന്ദ്ര തോമസ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഉണ്ട് എന്നും സാന്ദ്ര തോമസ് പറഞ്ഞു എന്നുമാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവരിത് പാടെ നിഷേധിച്ചുകൊണ്ട് വരണം. പക്ഷെ അവർ നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അത് ഈ പറഞ്ഞ കണക്ക് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്, മമ്മൂക്കയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വിശ്വസിക്കേണ്ടി വരും.
അങ്ങനെയാണെങ്കിൽ ഈ മമ്മൂക്കയ്ക്ക് ഒരു മകളില്ലേ, ആ മകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഈ സ്വകാര്യപരമായിട്ട് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പം പറയുന്ന വാക്കുകളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കത്തിച്ച് ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയെ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഇവിടെ പുറത്ത് വിശ്രമത്തിലിരിക്കുന്ന മമ്മൂക്കയെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന് കുറേ ആളുകൾക്ക് വീണ്ടും കൊത്തിപ്പറിക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനും അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കാനും ആ മനുഷ്യനെ ഈ പറഞ്ഞ കണക്ക് ആ മനുഷ്യനോട് ഇത്തരത്തിലുള്ള ഒരു പരിഹാസങ്ങൾ ചൊരിയേണ്ടെന്ന ഒരു സമയമല്ല എന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അത് സാന്ദ്ര തോമസിനും അറിയാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അദ്ദേഹത്തിന് കൂടുതൽ മാനസിക ടെൻഷനുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ അദ്ദേഹം പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് സിനിമയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിനെ വേണമെങ്കിൽ പഴയ പോലെ നമുക്ക് മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വിചാരണ ചെയ്ത കണക്ക് നമുക്ക് വേണമെങ്കിൽ വിചാരണ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾക്ക് അവർക്കെതിരെ ട്രോളുകൾ ഉണ്ടാക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെങ്കിലും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക ഇട്ടുകൊടുത്തത് സാന്ദ്ര തോമസിന്റെ തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു കുടുംബത്തിലുള്ള ആളുകളുടെ ഞാൻ തിരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചതോടുകൂടി എന്നാൽ പിന്നെ സാന്ദ്രയുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് മമ്മൂക്ക പറഞ്ഞത്. ഇത് ലാലേട്ടന്റെ കുറെ ഫാൻസുകാർ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലെ പേജുകൾ എടുക്കുമ്പം അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ളൊരു മമ്മൂക്കയുടെ ഫോട്ടോയും വെച്ചിട്ട് മമ്മൂക്കയെ പല രീതിയിലും മമ്മൂക്കയുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്ന രീതിക്കകത്ത് കുറച്ചുകൂടെ പരിഹാസം കലർന്നുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇപ്പം അമ്മ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടിരുന്ന ഒരു സ്ത്രീ ഈ പറഞ്ഞ കണക്ക് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുറേ പൈസ ലാലേട്ടൻ ബാബുരാജിനെ ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അന്ന് ഈ പറഞ്ഞ കണക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ചോദിച്ചത്, ലാലേട്ടൻ എന്തിനാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ഇത്രയും വിവാദം ഉണ്ടാക്കി ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കാൻ വേണ്ടി കാരണക്കാരിയായിട്ടുള്ള ഒരുപാട് പേരുടെ പേര് പല ആരോപണങ്ങളുമായിട്ട് വലിച്ചഴക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണ് ലാലേട്ടൻ സാമ്പത്തികം ബാബുരാജിനെ ഏൽപ്പിച്ചത്? ലാലേട്ടൻ എന്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ബന്ധം? ലാലേട്ടൻ ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചർച്ച ചെയ്തിട്ട് വിട്ടുകളഞ്ഞ്. ഞാൻ പോലും ഇപ്പം ഈ പറഞ്ഞ കണക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ലാലേട്ടനെ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിക്കേണ്ട എന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള ബന്ധപ്പെട്ട വിഷയമായിട്ട് ഞാനും ഒരു വീഡിയോ പോലും ഞാനും ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ വിശ്രമത്തിലിരിക്കുമ്പം ആ മനുഷ്യനെ കൊത്തിപ്പറിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ട്രോള് നടത്താനും അദ്ദേഹത്തിനെ കൂടുതൽ മാനസിക പ്രയാസങ്ങളിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ കൂടെ ഏൽപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിത്തിരിക്കുമ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പം അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും അത്തരത്തിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളോ നല്ലതല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ സംഭവം ഞാനൊന്ന് ഇപ്പൊ ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്, കൂടുതൽ ഒരു വീഡിയോയിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ പോകാത്ത രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാന്യതയെങ്കിലും സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമായിരുന്നു. അല്ലെങ്കിൽ സാന്ദ്ര തോമസ് ഇത്തരത്തിലുള്ളൊരു ഈ മമ്മൂക്കയുടെ ഈ ഒരു അവസരത്തിൽ മര്യാദകെട്ടുള്ള രീതിയിൽ മമ്മൂക്കയോട് സംസാരിച്ചു, അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞതിന് ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയപ്പം അത് ഏറ്റുപിടിക്കാൻ ലാലേട്ടൻ്റെ ഫാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കരുതായിരുന്നു. പിന്നെ അവർ തന്നെ എനിക്ക് തോന്നുന്നു അതും അവർ പറഞ്ഞാണെന്ന് ഞാൻ വീഡിയോയിൽ കണ്ടില്ല, അവരെവിടെയോ പറയുന്നതായിട്ട് ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്, ലാലേട്ടനും പറഞ്ഞില്ലെങ്കിലും ലാലേട്ടൻ്റെ സപ്പോർട്ട് എനിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനെ ഒളിച്ചും പാത്തും നിന്ന് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പറയാമല്ലോ എൻ്റെ സപ്പോർട്ട് സാന്ദ്ര തോമസിനാണ്. അങ്ങനെ തുറന്നു പറയാൻ പല്ലും നാക്കും വായും ഒന്നും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ലാലേട്ടനെ തൻ്റെ പറയാമല്ലോ. അപ്പൊ പിന്നെ ഈ സാന്ദ്ര തോമസ് ഊഹിച്ചടിക്കൊന്നും വേണ്ട. പിന്നെ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതിന്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സുരേഷ് കുമാറോ അദ്ദേഹമാണോ ഈ സാന്ദ്ര തോമസിന് കൂടുതൽ സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള? പിന്നെ ആരാണ്? പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂരോ? ഇപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ലാലേട്ടന്റെ പരോക്ഷമായിട്ടുള്ള സപ്പോർട്ട് സാന്ദ്ര തോമസിന് ഈ വിഷയത്തിനകത്തുണ്ട്. മമ്മൂക്കയെ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചിട്ട് ഭാഗമായിട്ട് മമ്മൂക്കയെ ലാലേട്ടനെയും രണ്ട് എതിർചേരി നിർത്തത്തക്ക രീതിയിൽ സാന്ദ്ര തോമസ് പറഞ്ഞതിനകത്ത് ഒരു സൈഡിൽ മമ്മൂക്കയെ കുറ്റം പറയുന്നു, മറു സൈഡിൽ ലാലേട്ടനെ തലോടുന്ന രീതിയിൽ അല്ലെങ്കിൽ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മൃദുവായിട്ടുള്ള രീതിയിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ലാലേട്ടന് നിങ്ങൾക്ക് അത് സാന്ദ്ര തോമസിന് ലാലേട്ടന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ മനുഷ്യന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അല്ലാതെ
പിന്മറയത്തിരുന്ന് ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള ആൾക്കാരെ മുന്നോട്ടിറക്കി വിട്ടിട്ട് സാന്ദ്ര തോമസിന് എൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അത്ര കഴിവുകെട്ട ഭീരുവൊന്നും അല്ല ലാലേട്ടൻ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നിലവിൽ ലാലേട്ടൻ ഒരു നിഷ്പക്ഷത പാലിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ സാന്ദ്ര തോമസിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല. പ്രത്യേകിച്ച് സുരേഷ് കുമാറിനെ പോലുള്ള കഴിഞ്ഞ ഏതാണ്ട് ഒരു മാർച്ച് വരെയുള്ള സുരേഷ് കുമാർ പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാം കൂടെ കൂടിയിരുന്നുകൊണ്ട് മലയാള സിനിമയുടെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന കേട്ട്. അപ്പം ഏതാണ്ട് മാർച്ചിന്റെ അവസാനത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പം റിലീസ് ചെയ്ത് എമ്പുരാൻ സാമ്പത്തികമായിട്ട് മാർച്ചിലെ കണക്കനുസരിച്ച് വിജയമാണെന്ന് പറഞ്ഞ സുരേഷ് കുമാർ തുടർന്ന് ഏപ്രിലും അല്ലെങ്കിൽ മെയ്യിലും ഒക്കെ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ എമ്പുരാൻ തിയേറ്ററിൽ തുടർന്നെങ്കിൽ ആ തുടർന്ന തിയേറ്ററുകളിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോകളൊന്നും നമ്മൾ കണ്ടില്ല. അങ്ങനെ ആണെങ്കിൽ അത് തിയേറ്ററിൽ നഷ്ടമാണെന്ന് സുരേഷ് കുമാറിന് പറയേണ്ടി വരും. അപ്പോൾ അന്നേരം പോലും ലാലേട്ടനെ മൃദുവായിട്ട് തലോടി അല്ലെങ്കിൽ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടനോട് സ്നേഹം കാണിക്കുന്ന സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ സുരേഷ് കുമാറിനെ എതിർത്തുകൊണ്ട് സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ അത്ര മണ്ടനല്ല എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കണക്ക് സാന്ദ്ര തോമസും പ്രൊഡ്യൂസർ അസോസിയേഷനും തമ്മിലുള്ള അല്ലെങ്കിൽ സുരേഷ് കുമാറിനെതിരെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് കോടതിയിൽ നേരിട്ട് വളരെ സന്തോഷമുള്ള കാര്യം. ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവട്ടെ അവരുടെ സംഘടനാപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളും അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനെ കുറിച്ചൊക്കെ. പക്ഷേ ഈ മമ്മൂക്കയുടെ അനാവശ്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിവാദത്തിലേക്ക് വലിച്ചിട്ടത് വളരെ 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 മോശമാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഈ സാഹചര്യത്തിൽ അതുപോലും നോക്കാതെ ക്രൂരമായിട്ട് അദ്ദേഹത്തിനെ പരിഹസിക്കാൻ ഇറങ്ങുന്ന ലാലേട്ടൻ്റെ ഫാൻസ് അല്ല, ഏത് താരത്തിന്റെ ഫാൻസ് ആയാലും ശരി, അവന്മാരാരും കാണിക്കുന്നത് മര്യാദയല്ല, മാന്യതയല്ല. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.